വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ സ്കൂൾ ഷോപ്പിംഗ് നടത്താന്ന് പക്ഷേ കൊടയും ലഞ്ച് ബോക്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇൻ മൈ ലൈഫ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പട്ടാവംസ് എല്ലാം കൂടി ഞങ്ങളുടെ മുറിയുടെ മണ്ട കയറിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ട് ഗൈസ്, ഞങ്ങളെല്ലാരും കൂടി ഇവിടെ ഇരിക്കാനുള്ളതാ. ഇവിടെ ഭദ്രകാളിയുണ്ട്, അവിടെ പുഴുവുണ്ട്, എനിക്കറിയാം. ഇവിടെ ആരാധ്യയുണ്ട്. നമുക്ക് അടുത്ത വീട്ടിലേക്ക് കൊടുക്കാം. ആ വീഡിയോ അല്ല ഇത്, പ്രത്യേകിച്ച് ഡീൻ മൈ ലൈഫ് എന്നൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ എല്ലാം കൂടി കയറി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ റൂമിൽ തന്നെ നിൽക്കുന്നത്, അല്ലാതെ പുറത്തോട്ടൊക്കെ പോകും. പുറത്തോട്ട് പോയ അമ്മ ഞങ്ങളെ കൊല്ലും. കാര്യം നല്ല മഴയാണ്. ഞാൻ ചാനലിൽ കൂടെ വ്യൂ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ ഗാർഡൻ. അവിടെ പത്തല് വെട്ടിയിട്ടിരിക്കണം, നല്ല നല്ല ഭംഗിയായിട്ട് ഗൈസ്. ഇവിടെ നമ്മുടെ സ്റ്റേഴ്സ് ഉണ്ട്, ഇത് മേളിലോട്ട്. പക്ഷേ ഇത് അങ്ങോട്ട് ചരിഞ്ഞിരിക്കണം, ആ വീഴാനായിരിക്കാണ്. ഞങ്ങളൊരു റീൽസ് എടുക്കാനായിട്ട് മേളോട്ട് അപ്പൊ മേടിച്ചു അത്രയും ചരിഞ്ഞിരിക്കണം ഗൈസ്. അവിടെ മഴയുണ്ട്, ഇവിടെ നല്ല മഴയും കാറ്റൊക്കെയാണ്, മഴയൊക്കെ നന്നായിട്ട് ആടുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്കറിയില്ല ഈ ഫോണിന്റെ ക്ലാരിറ്റി അനുസരിച്ച് എനിക്ക് കാണിക്കാൻ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നന്നായിട്ട് കാറ്റുണ്ട്, ഇരുണ്ടിരിക്കണം. ആരും പറയും ഇരുണ്ടിരിക്കണം. ഞാൻ തമ്പുരുവിന്റെ വീട് കാണിച്ചു തരാം ഗൈസ്, കുറച്ച് കാര്യം. ഇവിടാണ് നിങ്ങൾ തമ്പുരുവിന്റെ വീടെന്ന് വിചാരിക്കുന്നേ അല്ല, ഇതിന്റെ അപ്പുറത്ത് ഈ കേട് കയറുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഇവിടെയാണ് ഗൈസ്. ഈ സ്ഥലത്താണ്. ഇവിടെ മരം കയറി നിൽക്കണോണ്ടൊന്നും കാണാൻ പറ്റില്ല. ഈ വീടുണ്ടല്ലോ, ഇത് ഈ ഞങ്ങളുടെ അവിടെ ആ കണ്ടാമോളത്തെ സ്ഥലത്ത് എൻ്റെ ഓണറാണ്. പക്ഷെ അവരിത് ഇട്ടിട്ട് പോയി ഗൈസ്. നല്ല സെറ്റപ്പ് വീടാണ്. പക്ഷെ അവിടെ ഇപ്പോൾ കുറേ റോഡ് പണിക്ക് വന്ന കുറേ തമിഴന്മാരും ബംഗാളികളൊക്കെ ഉണ്ട് ഗൈസ്. തമ്പുരുവിൻ്റെ അതിലവർ കൊടുത്തിട്ടുണ്ട് ഗൈസ്. തമ്പുരുവിൻ്റെ ആണ് ഈ വിഗ് പാടം. നല്ല മഴയുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഗൈസ്. ഞങ്ങളുടെ പുളിമരം വെട്ടി, അവിടെ പുളിയുടെ ഇല അപ്പുറത്തെ വീട്ടിലോട്ട് വിടണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെട്ടി ഗൈസ്. നല്ല അടിപൊളി മരമായിരുന്നു, വെട്ടിക്കളഞ്ഞു. പക്ഷെ ആ കഷ്ടമായിപ്പോയി. വിടുന്നുണ്ട്, ഈ മരമൊക്കെ നല്ല രീതിയിൽ കാടുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും അല്ല, നല്ല രീതിയിൽ കാടുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വരുന്നുണ്ട്, എനിക്കറിയില്ല ഗൈസ്. അവിടെ ഗെയിമാണ്, നമ്മളിവിടെ ഭയങ്കര വ്ളോഗിലാണ്. നമ്മുടെ കപ്പത്തോട്ടം. പക്ഷേ മരം പത്തല് വെട്ടിയിട്ട് പത്തല് നല്ല അടിപൊളി പത്തലാണ്. ഇത് കണ്ടോ, ഇത് ഞങ്ങള് പണ്ട് കിട്ടൂസിന് അല്ലല്ല ആദ്യം ഇവളാണ് ഉണ്ടാക്കിയത്. കണ്ടോ കുരുട്ടാസ്. ഇതിന് വലുതാവുമ്പോ ഞങ്ങള് ഇതിന്റെ അടുത്തൊരു കാട്ടിന്റെ അകത്തൊരു വീട് എന്നൊക്കെ പറഞ്ഞുണ്ടാവും. ഇതിന് വെട്ടിക്കളയുമല്ലോ, അപ്പൊ ഞങ്ങൾ ഇതിന്റെ അകത്ത് കുട്ടൂസ് ഏതെങ്കിലും ആക്കിയിട്ട് ഞങ്ങൾ ചെയ്യും. വാങ്ങിക്കും. നമ്മുടെ ചെമ്പരത്തി പൂക്കളാണ് അവിടെ ഇരിക്കുന്നത്. ഞങ്ങള് വീട്ടിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇതാ കുഞ്ഞ വരുന്നുണ്ട്. എന്താ വാർത്ത ചാനലോ 240. ഇതിപ്പോ കുറെ നാളായി ഇങ്ങനെയൊക്കെ ജസ്റ്റ് പറഞ്ഞ നടക്കുന്നുണ്ട്. ഒരാൾ കൂടെ ഉണ്ട്. അപ്പോൾ കുഞ്ഞെന്താ ഞങ്ങളെന്തോ പറഞ്ഞതിന് പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ കമന്റ് ബോക്സിൽ ഞങ്ങൾക്ക് വീഡിയോയിൽ കമന്റ് ബോക്സ് നോക്കിക്കേ എന്തോരം മഴയാണ്. ഞങ്ങളിവിടെ നല്ല മഴ. നിങ്ങളുടെ അവിടുത്തെ മഴ ഉണ്ടെങ്കിൽ ഒരു കമന്റ് അടിക്കുക. ഞങ്ങളെ വീഡിയോയിൽ എന്തായാലും ഇടാൻ പറ്റില്ല. വീഡിയോയിൽ കമന്റ് ചെയ്യുക. നിങ്ങൾ വല്ല വ്ളോഗേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾക്ക് കമന്റ് ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിൽ നെക്കിയിട്ട് കമന്റ് ഓണാക്കാൻ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അത് ഓണാക്കാൻ പറ്റണില്ല. ഒരാള് ഇപ്പൊ ഞങ്ങളെ എങ്ങനെയെങ്കിലും നിങ്ങളെ കമന്റ് ഇടാൻ സഹായിക്കണം. അതെ ഞങ്ങളുടെ കമന്റ് ബോക്സ് വർക്ക് ആവണില്ല വീഡിയോസില്. അത് ഷോർട്സില് ഞങ്ങൾക്ക് ഓണാക്കാൻ അറിയാം, പക്ഷെ വീഡിയോസില് ഞങ്ങൾക്ക് കമന്റ് ബോക്സിൽ നെക്കിയിട്ട് വരണില്ല. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഞങ്ങളും കമന്റ് ഇട്ടോളാം. ഞങ്ങളെ യൂട്യൂബ് ചാനൽ
ചാനൽ ഇങ്ങോട്ട് ഞങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഗൈസ്. നിങ്ങളുടെ ചാനൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഞങ്ങളുടെ ചാനലിലെ പേരിടാ പ്ലീസ്. എങ്ങനെയെങ്കിലും അച്ഛനോട് ലോക്ക് കഴിപ്പിച്ച് എന്തായിരുന്നു ഞാൻ കളിക്കാനല്ല, ഇവരുടെ വല്ല കമന്റ് വന്നോ ലൈക്സ് വന്നോ അങ്ങനെയൊക്കെ നോക്കാനാണ് ഞാൻ. ചിലപ്പം എനിക്കും പെട്ടെന്ന് എനിക്കും എന്തോ പോലെ തോന്നിയിട്ട് ഞാനും അങ്ങനെ നോക്കും, എല്ലാ വീഡിയോ നോക്കും. പണ്ടത്തെ ഞങ്ങൾ വീഡിയോ തുടങ്ങിയിട്ട് ചെയ്ത ഇതൊക്കെ ഞങ്ങള് ഇപ്പോഴൊക്കെ അത് കഴിഞ്ഞിട്ട് കുറേ വർഷമായില്ലേ. അപ്പൊ ഞാൻ കൊറേ വർഷമൊന്നുമല്ല ഗൈസ്, 1-2 മാസമൊക്കെ ആയിരുന്നു. അതിന്റെ അത് ഞാൻ നോക്കും. അപ്പോൾ അതിന്റെ അകത്തും കിട്ടിയിട്ടില്ല. അതിന്റെ അകത്ത് 2-3 ലൈക്ക് കുറച്ച് ഇതൊക്കെയാണ് കിട്ടുന്നത്. ഞങ്ങള് ലൈക്ക് സാധാരണ ഞങ്ങൾ കസിൻചാട്ടൻ്റെ വീഡിയോ അവിടെ സ്മാർട്ട് TV ഉണ്ട്, അപ്പൊ ഞങ്ങൾ അവിടെ പിടിച്ച് ഞങ്ങളുടെ റീൽസ് വീഡിയോസ് ഒക്കെ കണ്ട് അവിടെ കിടന്ന് ഞാൻ ലൈക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് കുറെ ലൈക്ക് ഉള്ള ഷോർട്സിനല്ലേ ഞാൻ ലൈക്ക് ഇട്ടു. ഞങ്ങൾ എടുക്കുന്ന വീഡിയോയിൽ ഞങ്ങൾ ലൈക്ക് ഇടും. പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അത് മാത്രമല്ല ഞങ്ങൾക്ക് ആഗ്രഹം, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞങ്ങൾക്ക് ഒരു ക്രിയേറ്ററാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ലൈവ് എടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 50 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും വേണം. അവർക്കാണെങ്കിൽ എല്ലാം അറിയാം, പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ല, അമ്മയ്ക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പ്ലീസ് ഞങ്ങളെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് നല്ല ഹെൽത്തി പോലത്തെ ഇൻട്രസ്റ്റ് ഞങ്ങളൊരു റീൽസ് എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോ ഇവിടെ എത്ര ആഴ്ചയായിരുന്നു ഇരുന്നത്, എന്നിട്ട് ഇന്നലെ തൊട്ടം കണ്ട് തുടങ്ങി. ഇതാണ് പിന്നെ ഒരു 5 മിനിറ്റ് ഫോൺ കിട്ടിയാലുണ്ടല്ലോ അവൾക്ക് ഷോർട്സ് എടുക്കണം. ഞങ്ങളിപ്പോ ഒരു കാര്യത്തിൽ നിൽക്കും, അപ്പൊ കുഞ്ഞ ഷോർട്സ് എടുക്കണം. അപ്പൊ അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഷോർട്സ് എടുക്കാൻ. പക്ഷെ ചില സമയത്ത് വീഡിയോ എടുക്കാൻ 2 കൂടി എടുത്ത് തുടങ്ങി ഗൈസ്. ഒറ്റ കാര്യമുള്ള ഒരു ദിവസം ഞാൻ 2 ദിവസം ഞാൻ അതിന്റെ 3 ദിവസം ഇവര് വാർത്താ ചാനലുകാരും ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ച് മുമ്പോട്ട് വാർത്താ ചാനലുകാരെ പോലെയാണ്, എന്തെങ്കിലും കാര്യം കിട്ടി അതിൽ പിടിച്ചോളും, അങ്ങനെയാണ് പിടിച്ച് സങ്കടമുള്ള കാര്യം. അപ്പോൾ ഗൈസ് നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, 50 സബ്സ്ക്രൈബ് ആകാനൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതലെങ്കിലും ആവാനായിട്ട് ഞങ്ങൾ 50 അല്ല, ഞങ്ങൾ 100 വേണമെങ്കിൽ ഒരു അല്ലെങ്കിൽ 20 ആവാനൊന്നും. പിന്നെ 12 തന്നെ കഷ്ടിച്ചാണ് ഗൈസ്, നിങ്ങൾ കാണുക പ്ലീസ്. ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾ വീഡിയോ നോക്കും അവർക്ക് എത്ര കമന്റ് കിട്ടണേ, അപ്പൊ ഞങ്ങൾ വിചാരിക്കും നമുക്ക് മാത്രം എന്താ ഇത്രയും കിട്ടാത്തത്. ഞാൻ എല്ലാ വീഡിയോസും കാണുമ്പോ അവർക്കൊക്കെ ഇത്രയൊക്കെ കിട്ടുമ്പോ ഞാൻ ആലോചിക്കും നമുക്ക് എന്താണ് ഇത്രയൊക്കെ കിട്ടാത്തത്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് എങ്ങനെയാണ് തംബ്ലൈൻ ഇല്ലേ, ഇങ്ങനെ വീഡിയോയുടെ മുമ്പിൽ ഇങ്ങനെ തംബ്ലൈൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് പറയണേ, എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാം. അതെ ഞങ്ങൾ ഷോർട്സില് മതി. ഇപ്പൊ ഞങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞ് ഷോർട്സ് 5-6 വിടുന്നുണ്ട്, അത് കാരണം ഞങ്ങൾക്ക് അതിനെങ്കിലും ഇച്ചിരി കമന്റ് അതെ പ്ലീസ് ലൈക്ക് എങ്കിലും ഒന്ന് കുറച്ചും കൂടെ കൂടുതൽ ഞങ്ങൾക്ക് 5 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 2 അപ്പൊ നമുക്കിനി മഴ എടുക്കാം ഗൈസ്. മഴയാണ് ഇവിടെ, ഇന്നലെ തൊട്ട് ഭയങ്കര മഴയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മഴ? ഫുള്ള് മഴ വീണതിരിക്കുകയാണ്, മണ്ണൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ സ്റ്റെയർ കേസ് ഞാൻ നല്ലപോലെ കാണിച്ചു തരാം. കണ്ടോ ഇവിടെ മഴ വീണ പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇവിടെ ഫുള്ള് താഴെ വെള്ളം കണ്ട ഇവിടെ തുള്ളി ഇങ്ങനെ നല്ല മഴയാണ്. ഞങ്ങളപ്പോ എന്തായിരുന്നു നിങ്ങളുടെ വീട്ടിൽ മഴയുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അവിടെ എങ്ങാണ്ട് നല്ല വെള്ളമാണ്. തുളസിച്ചത് കണ്ടോ, അവിടെ നല്ല വെള്ളമാണ് ഗൈസ്. ഇവിടെ പൂള് പോലെ കിടക്കണണ്ട, പൂച്ചക്ക് വരെ കുളിക്കാം, പൂച്ചക്ക് വരെ കുളിക്കാന്ന് കണ്ട. ചെടി ചട്ടി ഫുള്ള് അവിടെ
പൂത്തിരിക്കുവാണ്. അതൊക്കെ ഒരു മഴ പെയ്യുമ്പോ തന്നെ തീരുണ്ട്. മഴ വീണപ്പോ ദാസാധനം വാടി. മറ്റേ തുമ്പ പോലെ താന്നിരിക്കാണ്. ഈ മഴ നല്ലപോലെ കൊള്ളുമ്പോ അത് വാടി ഇങ്ങനെ ഇടി വെട്ടുന്നുണ്ട്. അയ്യോ, നിങ്ങൾ ഏത് ജില്ലയിലാന്ന് വല്ല ഷോർട്സിലോ കമന്റ് ചെയ്യുന്നതിൽ തന്നെ ഇടണേ. നിങ്ങൾ പാലക്കാടാണോ മലപ്പുഴമാണോ? വയനാടാണോ? എനിക്ക് റിയലി വീട് അറിയണ്ട എന്തായിരുന്നു. ചട്ടമ്പീസിന്റെ വീട് അറിയാവുന്നവരൊന്ന് കമന്റ് ഇടണേ. അപ്പൊ ഞങ്ങൾ ചട്ടമ്പീസിന് ഭയങ്കര ഫാനാണ്. എനിക്ക് ചട്ടമ്പീസിനെ ഭയങ്കര ഇഷ്ടമാണ്. ആനീനെ അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞക്കാരെ ഇഷ്ടം. ഞാനൊന്ന് കുഞ്ഞനൊന്ന് കാണിക്കട്ടെ. എന്തുവാന്ന് ഇഷ്ടമെന്ന് നമുക്ക് ചോദിക്കാം. നമ്മുടെ വീടിന്റെ അടുത്താണെങ്കിൽ നമുക്ക് കാണാൻ പോകും. നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും പോവാല്. ഇവളൊക്കെ സൈക്കിൾ ചവിട്ടിയൊക്കെ പോണ പോലെ നമുക്ക് പോവാം. ഇവിടെ ഭയങ്കര ദൂരമാണ്. അത് കാരണം എന്തായിരുന്നു എനിക്ക് അന്തുച്ചാനെ ഭയങ്കര ഇഷ്ടം. ആനി അബി. അപ്പൊ നമുക്കിനി അപ്പൂനോട് ചോദിക്കാം. എനിക്ക് ആനീനെ അഭിനയാണ് എന്റെ ഫേവറേറ്റ്. എനിക്ക് എന്റെ ഏറ്റവും കൂടുതൽ മുത്താരാന്നറിയൂ ആനി എന്റെ അബിയാണ്. എനിക്ക് അബിയുടെ അടുക്കെ പോണം. ഞാൻ എപ്പോഴും ആ ചാനലേ ചെയ്യത്തുള്ളൂ കേട്ടോ. ആ ചാനൽ മാത്രമാണ് ഞാൻ കാണത്തുള്ളൂ. അപ്പൊ മഴയിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഈ വെള്ളം കള്ളനെ പോലെ പോകുന്നത്? താറാവിന്റെ ഷേപ്പിലൊക്കെ. നേരത്തെ കുറച്ച് മഴയായത് കാരണം ഇപ്പൊ നല്ല മഴയുണ്ട്. വെള്ളം ഒഴുകുന്ന ഇവിടെ കണ്ടോ പാമ്പൊഴുകുന്ന പോലെ പോണ്. അയ്യോ വീട് വെട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ഇടണം കേട്ടോ. ചോറിന്റെ സമയം ചോറ് ഞങ്ങൾക്ക് വാതിലിന്റെ അടുത്ത വ്യൂ കാണിക്കാം. കണ്ടോ അവിടുന്ന് വന്ന കണ്ടുകൾ ഇടികൂടുന്ന നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. നല്ല അവിടുന്ന് മേലിന്നാണ് വന്ന. അവിടുന്ന് ഇങ്ങനെ പോകുവാണ്. പിന്നെ അതെ ഇങ്ങനെ പാമ്പിനെ പോലെ അവിടുന്ന് പാസ്സായിട്ട് വെള്ളമായി ഇവര് കളിച്ചോണ്ടിരിക്കാണ് ഇവിടെ മലയത്ത്. നമുക്ക് ഒരു കാര്യം കാണിച്ചാലേ കണ്ടോ മഴയുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല മഴയാണ്. അപ്പൊ നമുക്ക് ചോറ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുക്കാം. ഞങ്ങൾ ചോറ് തരാം. ഇത്ര ഞങ്ങളൊരു കുട്ടിയുടെ മേലെ വൈകുന്നേരം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല കൈ. അപ്പൊ ഞങ്ങള് ഒരു 3 റീൽസ് വീഡിയോ തന്നെയുണ്ട്. അപ്പൊ എല്ലാരും കാണാൻ മറക്കരുത്. അപ്പൊ ആരാധ്യ ആൻഡ് മൈ കുട്ടീസ്.